ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷണം നടക്കുന്ന കാലം. കേസിലെ പ്രതിയായ പത്മകുമാർ CPM-ൻ്റെ നേതാവ് അന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഒരു ദൈവതുല്യൻ്റെ കാര്യം. കോടതിയിൽ പോകാനോ മറ്റോ ഇറങ്ങിയപ്പോൾ പത്രക്കാരോട് പറഞ്ഞതാ, മാപ്രകളോട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ദൈവതുല്യനായ ആളുകൾ പറഞ്ഞാൽ എനിക്കെന്തു ചെയ്യാൻ സാധിക്കും? ദൈവതുല്യനായ ആള് ആരാണ്? ഈ ദൈവതുല്യനായ ആള് അന്ന് മുതൽ നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. ധാരാളം ക്രമക്കേടുകൾ ശബരിമലയിൽ നടന്നു, അതായത് സ്വർണ്ണക്കവർച്ച അടക്കം. ഇത്തരം കാര്യങ്ങളിൽ ദൈവതുല്യനായ ഒരാൾ എന്നോട് എന്തെങ്കിലും ചെയ്യാനും പറഞ്ഞാൽ എനിക്കെന്തു ചെയ്യാൻ പറ്റും? അതാണ് അന്ന് പത്മകുമാർ ചോദിച്ചത്. ഈ ദൈവതുല്യൻ ആരാണ് എന്നറിയാനുള്ള അവസരം ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതായത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ, അതായത് പാർട്ടിയിൽ നിന്ന് പുറന്തള്ളാനുള്ള നടപടി, അതായിരുന്നു തീരുമാനം. ആ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്മാറിയതോടെ, അല്ലെങ്കിൽ തോറ്റുമടങ്ങിയതോടെ ആ രഹസ്യം പത്മകുമാറിൽ നിന്ന് ലഭിക്കാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അദ്ദേഹം ഇനി ആത്മകഥ എഴുതിയാലും ഇല്ലെങ്കിലും ആ രഹസ്യമായിട്ട് പത്മകുമാറിൻ്റെ കൈവശമുണ്ടാവും. ആത്മകഥയിൽ എഴുതിയാൽ തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവില്ല. ദൈവതുല്യൻ ആരാണെന്നറിയാൻ കാത്തിരുന്ന വിശ്വാസികളോട്, അയ്യപ്പൻ്റെ ഭക്തന്മാരോട്, അല്ലെങ്കിൽ സാധാരണക്കാരോട്, വിശ്വാസികളോട്, അവരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇതായിരുന്നു പത്മകുമാറും CPM നേതൃത്വവുമായി ഉണ്ടാക്കിയ ഡീല്. പത്മകുമാർ ആത്മകഥ എഴുതാൻ പാടില്ല. ഇനി എഴുതിയാൽ തന്നെ അതിൽ ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മിണ്ടാൻ പാടില്ല. അതുകൊണ്ട് ഈ നടപടി എന്ന് പറയുന്നത് വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കും, ഉപായത്തിലൊരു സസ്പെൻഷൻ, അല്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തില്ല. പാർട്ടിയിൽ തന്നെ നിർത്തിക്കോളാം. പിന്നെ കുറേ കാലം അടങ്ങി ഒതുക്കി കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് തിരികെ വരാം. ഇപ്പോൾ സസ്പെൻഷൻ മാത്രമാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൈവശമുള്ള ഈ ശബരിമല രഹസ്യങ്ങളുടെ ബലത്തിൽ ഒരുപക്ഷെ പാർട്ടിയിൽ വലിയ നേതാവായി മാറാൻ സാധിക്കും. ജില്ലാ കമ്മിറ്റി അംഗത്വം തിരിച്ചു കിട്ടും. ചിലപ്പോൾ പഴയതുപോലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാവാം. സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരെ ഉയർത്തപ്പെട്ടേക്കാം. കാരണം പോക്കറ്റിൽ രഹസ്യങ്ങളുടെ കലവറയാം. ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇപ്പോൾ വീണ ജോർജ് തോറ്റ ഒഴിവ്, ആറന്മുള മണ്ഡലം, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കാം, ജയിക്കാം. LDF ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ചിലപ്പോൾ മന്ത്രിയുമാവാം. ഭക്തജനങ്ങളെ അതായിരുന്നു ഡീല്. പത്മകുമാറും CPM നേതൃത്വവും തമ്മിലുള്ള ഡീല്. ഇന്നലെയാണ് പത്തനംതിട്ട CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നത്. ജില്ലാ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. ന്യൂനപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിന്നത്. അദ്ദേഹം പുറത്താക്കപ്പെടുമെന്ന് എല്ലാവരും വിചാരിച്ചു. ജില്ലാ കമ്മിറ്റിയൊക്കെ അങ്ങനെയാണ് കരുതിയത്. പക്ഷെ പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് അത് വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റിയേക്കാൾ വലുതാണോ സെക്രട്ടേറിയറ്റ് എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു പത്മകുമാറിനെ പുറത്താക്കേണ്ട, സസ്പെൻഷൻ മതി. അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിലെന്താണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് ബാക്കി നടപടികൾ, അനന്തര തീരുമാനങ്ങൾ എടുക്കാം എന്ന് സെക്രട്ടേറിയറ്റ് അങ്ങ് തീരുമാനിച്ചു. അതാണ് പറഞ്ഞത് ശബരിമല രഹസ്യങ്ങളുടെ ശക്തി, ബലം. എങ്കിലും എൻ്റെ പത്മകുമാർ സഖാവേ, താങ്കളെ സമ്മതിച്ചിരിക്കുന്നു. വെറുമൊരു ആത്മകഥാ ഭീഷണി കൊണ്ട് എത്രയെത്ര കൊലകൊമ്പന്മാരെയാണ് താങ്കൾ കീഴ്പ്പെടുത്തിയത്. വലിയ വലിയ വമ്പന്മാരെ വെട്ടിനിർത്തുകയും അവരുടെ തല തെറിപ്പിക്കുകയും ചെയ്ത, ആരെയും തകർത്ത് കളയാൻ കഴിവുള്ള ആളുകൾ, ഈ പാർട്ടിയെ ഇന്നത്തെ കോലത്തിലെത്തിച്ച കാരണഭൂതന്മാർ, അവരെയാണ് നിങ്ങളിപ്പോൾ നിലം പരിശാക്കിയിരിക്കുന്നത്, സമ്മതിച്ചു തന്നിരിക്കുന്നു. വെറും ഒരു ആത്മകഥാ ഭീഷണി, അല്ലെങ്കിൽ ആത്മകഥ എഴുതും എന്നുള്ള ഒരു ഭീഷണി, ആ ഒരു ഒറ്റ ആയുധം കൊണ്ട് വമ്പന്മാരെ താങ്കൾ വീഴ്ത്തിക്കളഞ്ഞു. സത്യത്തിൽ ആലോചിക്കുമ്പം രോമാഞ്ചം കൊള്ളുക കേട്ടോ. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മാരകമായ ഒരു ബ്ലാക്ക് മെയിലിങ് ഇതുവരെ നടന്നിട്ടുണ്ടോ എന്ന് ചരിത്രം പരതിയിട്ട് കണ്ടെത്താനായില്ല. ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യത്തേതാവാം. ഒരു വ്യക്തി
അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടിയുടെ. അതേസമയം സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായിരുന്നു. 90 ദിവസം ജയിലിൽ കിടന്നതാണ്. കൃത്യമായ സമയത്ത് 90 ദിവസത്തിന് മുമ്പായിട്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നുവെന്ന ഒറ്റ കാരണത്തിൽ, സാങ്കേതികമായ ആ കാരണത്തിൽ മാത്രം ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭീഷണിയുടെ മുമ്പിൽ കൊമ്പ് കുത്തിയത്, അല്ലെങ്കിൽ തോൽവി സംബന്ധിച്ച് കീഴടങ്ങിയത് ചെറിയ സംവിധാനമൊന്നുമല്ല. CPM എന്ന് പറയുന്ന വലിയ പാർട്ടിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. സമ്മതിച്ചു പപ്പേട്ട, അടിപൊളിയായി എന്ന് പറയാതെ വയ്യ. 90 ദിവസം ജയിലിൽ കിടന്നിട്ടും താങ്കളുടെ പോരാട്ട വീര്യം നഷ്ടപ്പെട്ടില്ല എന്നത്, അതും CPM-നെ പോലൊരു വലിയ വമ്പൻ പാർട്ടിയോട് നേരിടുമ്പോൾ. ഇഷ്ടമില്ലാത്ത ആളുകളെ 52 വെട്ടിന് തീർത്ത് കളയുന്ന പാർട്ടിയാണ്. പാർട്ടിക്ക് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ പിന്നെ അത്തരക്കാർ ജീവിച്ചിരിക്കില്ല. അതാണ് ഈ പാർട്ടിയുടെ നീതിശാസ്ത്രം. അത്തരത്തിലുള്ള ഒരു പാർട്ടിയാണ് നിങ്ങൾ. ഞാനൊരു ആത്മകഥ എഴുതും എന്ന ഒറ്റ ഭീഷണിയിൽ ഇപ്പം നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തോൽപ്പിച്ചിരിക്കുന്നത്. തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തോൽവി, നാണം കെട്ട ഒരു തോൽവി ഈ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഈ പാർട്ടി ആരുടെയും മുമ്പിൽ ഭയപ്പെട്ടു നിന്നിട്ടില്ല. MP രാഘവനെ പോലെയുള്ള ആളുകൾ, KR ഗൗരിയമ്മ, അവരൊക്കെ പാർട്ടിക്കെതിരായിട്ട് എഴുന്നേറ്റ് നിന്ന് ശബ്ദിച്ചപ്പോൾ അവരെയൊക്കെ നിലം പരിശാക്കിയ വെട്ടിനിരത്തിയ പാർട്ടിയാണിത്. ആരായിരുന്നു കണ്ണൂരിലെ MP രാഘവൻ? ആരായിരുന്നു KR ഗൗരിയമ്മ? കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രമായിരുന്നില്ലേ? അവരെയൊന്നും വകവെക്കാത്ത പാർട്ടി, അവരുടെയൊന്നും മുമ്പിൽ പേടിക്കാത്ത പാർട്ടി, അവരെയൊക്കെ നേരിട്ട പാർട്ടി, അവരെയൊക്കെ തോൽപ്പിച്ച പാർട്ടി. പത്മകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇവ കീഴടങ്ങിയിരിക്കുന്നു. ഇതിലുള്ള ചരിത്രം വളരെ രസകരമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിനെ പറ്റി ഇവിടെ ഇനി ഉപന്യസിച്ചിട്ട് കാര്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന് വലിയ പരാജയം, അല്ലെങ്കിൽ LDF-ന് 26 സീറ്റിൽ ഒതുങ്ങി CPM. ഇതേക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി മുതൽ താഴോട്ട് ചർച്ച നടത്തി. ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അവിടെയെല്ലാം ഉയർന്നു വന്ന ഒരു കാര്യം, അതായത് സ്വർണ്ണ കവർച്ച കേസ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി. അതിലെ പ്രതിയായിരുന്ന പത്മകുമാർ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാതിരുന്നത് പാർട്ടിക്ക് ക്ഷീണമായി. അയ്യപ്പ ഭക്തന്മാർക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കൃത്യസമയത്ത് നടപടിയെടുത്തിരുന്നെങ്കിൽ നഷ്ടം കുറയ്ക്കാമായിരുന്നു. അതാണ് ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ ഉയർന്ന അഭിപ്രായം. അതവർ മേലോട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ടായിട്ട് അയച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ വേണ്ട അതേ നിലപാടാണ് ഉണ്ടായത്. സ്വർണ്ണ കവർച്ച കേസ് പാർട്ടിയെ വല്ലാതെ ബാധിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് അതൊരു കാരണമായി. പത്മകുമാറിനും മറ്റുമെതിരെ അന്ന് തന്നെ കൃത്യമായ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഈ നഷ്ടം കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു, പത്മകുമാറിനെതിരെ ഉടനെ നടപടി ഉണ്ടാകണം. പിന്നെ ഉടനെ തന്നെ ഉത്തരവുകൾ പാഞ്ഞു പത്തനംതിട്ടയിലേക്ക്. MP ഗോവിന്ദൻ മാഷ്, അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ സർവാധികാരി. അദ്ദേഹമാണല്ലോ ഈ പാർട്ടിയെ വിജയത്തിലും പരാജയത്തിലും ഒക്കെ വളരെ അസൂയാർഹമായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ജില്ലാ കമ്മിറ്റി കൂടട്ടെ, പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളട്ടെ. ഇതുപോലൊരു അവസരമുണ്ടാകുമെന്ന് പത്മകുമാറിന് നന്നായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം കരുതിക്കൂട്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടി. അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് പാർട്ടിയെ ഒരു കാര്യം അറിയിച്ചു മാധ്യമങ്ങളിലൂടെ. അതായത്, ഞാനൊരു ആത്മകഥ എഴുതാൻ പോകുന്നു, ആ ആത്മകഥയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ടാവും എന്ന് മാത്രമല്ല, അദ്ദേഹം എഴുതാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ മുഖേന പുറത്ത് വിടുകയും ചെയ്തു. വളരെ സമർത്ഥമായിട്ടാണ് പത്മകുമാർ ഇതൊക്കെ ചെയ്തത്. ഒരു മാധ്യമ പ്രവർത്തകനെയും അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടില്ല, ഒരാളെയും ടെലിഫോൺ ചെയ്തില്ല. ഇനി പാർട്ടിയിലെ യൂണിയൻകാരെ ഉപയോഗിച്ച് അതൊക്കെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആരാരോട് സംസാരിച്ചു എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വളരെ വിശ്വസ്തരായ സുഹൃത്തുക്കൾ മുഖേന അദ്ദേഹം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുത്തു. ഇതൊക്കെ വെറും സാമ്പിളായിരുന്നു. പക്ഷേ ആ സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും, ഭൂമി തുരക്കാൻ പാകത്തിലുള്ള വെടിക്കോപ്പുകൾ, അമിട്ടുകളും ഗുണ്ടുകളും ഒക്കെ നമ്മുടെ പത്മകുമാറിൻ്റെ പക്കലുണ്ടെന്ന്. ചില സാമ്പിളുകളൊന്ന് പറയാൻ കേട്ടോ. അദ്ദേഹം പുറത്തേക്ക് വിട്ട കാര്യങ്ങളാണ്. അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും സന്നിധാനത്തിലെത്തിച്ചത് ഒരു സർക്കാർ സ്പോൺസേർഡ് പരിപാടിയായിരുന്നു. നേരത്തെ രേഖന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വലിയ നടപ്പന്തൽ വരെ എത്തിച്ചതാണ്.
അപ്പോഴേക്കും ആ വിവരം ചോർന്നു, അത് പരാജയപ്പെട്ടു. അവർ സന്നിധാനത്തിലെത്തിയാൽ ശ്രീകോവിൽ അടച്ചിടുമെന്ന് തന്ത്രി മുന്നറിയിപ്പ് നൽകി. അതങ്ങനെ പരാജയപ്പെട്ടു. പിന്നീട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ ഈ 2 സ്ത്രീകളെ സന്നിധാനത്തിലെത്തിച്ചു. അതിനു മുമ്പായിട്ട് സ്ത്രീ പ്രവേശനത്തെ എതിർത്തിരുന്ന, അതിനോട് യോജിപ്പില്ലായിരുന്ന പത്മകുമാറിനെയും ADGP ശ്രീജിത്തിനെയും വളരെ ബോധപൂർവം ശബരിമലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. അതായത് അവരുടെ അസാന്നിധ്യത്തിൽ ഈ 2 സ്ത്രീകളുടെ ശബരിമല പ്രവേശനം സാധ്യമാക്കുന്നതിന് വേണ്ടി. അത് വളരെ ബോധപൂർവമായിരുന്നുവെന്ന് പത്മകുമാർ സുഹൃത്തുക്കൾ മുഖേന മാധ്യമങ്ങളെ അറിയിച്ചു. മാധ്യമങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു. ചിലരൊക്കെ നിഷേധിച്ചു. അപ്പം പത്മകുമാർ എന്താ ചെയ്തത്? അത് ഈ സുഹൃത്തുക്കൾ മുഖേന അദ്ദേഹം സഞ്ചരിച്ച വാഹനം, അതിൻ്റെ ലോഗ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം സന്ദർശനം സംബന്ധിച്ച മറ്റ് തെളിവുകൾ, ഇതെല്ലാം അങ്ങ് പുറത്തോട്ട് വിട്ടു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളായിട്ട് ഭദ്രമായിട്ട് ഉണ്ടെന്നേ. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും പോക്കറ്റിൽ കൊണ്ടു കിടക്കുന്ന ഒരു കത്തുണ്ട്. അതൊരു മന്ത്രിയുടെയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിലെ ഒരു മന്ത്രി. അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതിയിരിക്കുകയാണ് പത്മകുമാറിന്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളെ ഇത്തവണ ശബരിമല മേൽശാന്തിയാക്കണമെന്ന്. ആലോചിച്ചു നോക്കിയേ, ശബരിമലയിലെ മേൽശാന്തി. അതിന് തിരഞ്ഞെടുക്കുന്നത് വളരെ പാവനമായ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അവിടെ മന്ത്രി പറയുന്ന ആളിനെ നിയമിക്കണമെന്ന് കത്ത് കൊടുത്തിരിക്കുക, ശുപാർശ കത്ത്. അത് പത്മകുമാർ വളരെ ഭദ്രമായിട്ട് കീശയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആനത്തോട് ഡാമിൽ നിന്ന് ഒഴുകി പമ്പയിലെത്തിയ 1 ലക്ഷം ടൺ മണലെന്ന് പറഞ്ഞാൽ ഇപ്പം സ്വർണത്തിൻ്റെ വിലയാണ്. അത് നീക്കുന്നതിനൊരു സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകി. അത് ദേവസ്വം ബോർഡ് അറിയാതെയാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾക്കായിട്ട് പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും ഹെലികോപ്റ്ററിൽ അവിടെയൊക്കെ ഒരു സന്ദർശനം നടത്തിയത്. അതിൻ്റെയൊക്കെ തെളിവ് പത്മകുമാറിൻ്റെ കയ്യിലുണ്ട്. മറ്റൊന്ന്, ദ്വാരപാലക ശില്പങ്ങളിലെയും മറ്റും സ്വർണ്ണപ്പാളികൾ, അത് ചെമ്പ് പാളികളെന്ന് രജിസ്റ്ററിൽ എഴുതിയത് ഞാനല്ല, അതെൻ്റെ കൈപ്പടയല്ല. പക്ഷെ അതിൻ്റെ കീഴിൽ ഒപ്പിടാൻ ഞാൻ നിർബന്ധിതനായി. അപ്പോഴാരാണ് ഇത് ചെമ്പ് തകിടയെന്ന് എഴുതിയത്? അതൊരു രഹസ്യമല്ലേ? ആ രഹസ്യം ആർക്കറിയാം? പത്മകുമാറിനറിയാം. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടാണ് അടിയിൽ ഒപ്പുവെച്ചത്. വലിയ സമ്മർദ്ദം, ചെറിയ സമ്മർദ്ദങ്ങളാണെങ്കിൽ അദ്ദേഹം ഇതിന് തയ്യാറാവില്ല. അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണ് പത്മകുമാർ. എന്നിട്ട് ഒപ്പുവെക്കാൻ നിർബന്ധിതനായി. അദ്ദേഹം SITയോട് പറഞ്ഞിരിക്കുന്നത് കൈപ്പട പരിശോധിക്കണമെന്നാണ്. ശാസ്ത്രീയമായിട്ട് കൈപ്പട പരിശോധിക്കാം, അത് ആരുടേതാണ് എന്ന് മനസ്സിലാക്കാം, അതാവശ്യപ്പെട്ടിരിക്കുക. അങ്ങനെ 3-4 സാമ്പിൾ ഐറ്റംസ് അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. ആര്? പത്മകുമാർ. ഈ സാമ്പിളുകൾ പുറത്തു വന്നതോടെ AKG സെൻറ്ററിലെ കോട്ട കൊത്തളങ്ങൾ കുലുങ്ങി. പാർട്ടി നേതൃത്വം പേടിച്ചു വിറച്ചു. പത്മകുമാർ എഴുതും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ആത്മകഥ, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ രീതിയിലുള്ള രഹസ്യങ്ങൾ പുറത്തു വന്നാൽ ഈ പാർട്ടിക്ക് പിന്നെ നിലനിൽപ്പില്ലാതെ വരും. ഇപ്പോൾ തന്നെ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും സന്നിധാനത്തിലെത്തിച്ചത് പാർട്ടിയുടെ ഒരു ഓപ്പറേഷനായിരുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഓപ്പറേഷനായിരുന്നു. ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത ഒരു പരിപാടി അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് എന്നിപ്പോൾ തന്നെ ഏതാണ്ട് വ്യക്തമായിരിക്കുക. ഇനിയും അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിൽ ദൈവതുല്യൻ ആരെ എന്നതും പുറത്തേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്ക് നിലനിൽപ്പില്ലാതെ വരും, പാർട്ടിക്ക് മറുപടിയില്ലാതെ വരും. അപ്പം പിന്നെ എന്തു ചെയ്യണം? AKG സെൻറ്ററിൽ നിന്നൊരു നിർദ്ദേശം പോയി, ഇത്തവണ വിട്ടേക്ക്, ഒരു സസ്പെൻഷനിൽ ഒതുക്കിയാൽ മതി, പുറത്താക്കാനുള്ള തീരുമാനം പിൻവലിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്യണ്ട. അവസാനം തീരുമാനമായി, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, സസ്പെൻഷൻ മാത്രം. SITയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പഠിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടികൾ എടുക്കാം. ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹമാണ് പ്രധാന കുറ്റവാളി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന പ്രശ്നമില്ല. കാരണം അദ്ദേഹം ആത്മകഥ എഴുതും. ആത്മകഥയിൽ പലതും ഉണ്ടാവും, പലരെക്കുറിച്ചും ഉണ്ടാവും, പല രഹസ്യങ്ങളും ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും.
AKG സെന്റർ നിർമ്മാണത്തിൻ്റെ, പുതിയ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഫണ്ട് റൈസിങ് അടക്കമുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ചിലപ്പോൾ പാർട്ടിക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി പത്മകുമാറിനെ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചാൽ തന്നെ ഈ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഈ കളിയിൽ CPM വല്ലാതെ തോറ്റ് നാണം കെട്ടുപോയി കേട്ടോ. പറഞ്ഞല്ലോ, ഇപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പലർക്കും മനസ്സിലാകത്തില്ല. ഇതുപോലെ ഭയചകിതമായ CPM-നെ മറ്റാരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ മുമ്പിൽ, അതും സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോയി. ആറന്മുള ക്ഷേത്രത്തിൻ്റെ തൊട്ടു പടിഞ്ഞാറുള്ള കീച്ചമ്പറമ്പിൽ വീട്ടിലിരുന്ന് ഇതൊക്കെ കണ്ട് പത്മകുമാർ ചിരിക്കുകയാണ്. പൊട്ടി പൊട്ടി ചിരിക്കുകയാണ്. ഇനിയും പാർട്ടിക്കെതിരെ എടുത്തു കീച്ചാൻ പാകത്തിൽ ഒത്തിരി രഹസ്യങ്ങൾ പോക്കറ്റിൽ കീശയിലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായിട്ടിരുന്ന് ചിരിക്കാം. കാരണഭൂതന്മാരെയും ഇരട്ടച്ചങ്കന്മാരെയും ഒന്നും പേടിച്ചിട്ട് കാര്യമില്ല. സ്വാമി ശരണമെന്ന് എഴുതിയ ഒരു ഇന്നോവ കാർ ആറന്മുള ക്ഷേത്ര പരിസരത്തെങ്ങാനും വന്ന് കറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. വെളിപ്പെടുത്തലിലൊന്നും ഒരു ഭയവുമില്ലെന്നാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. വലിയ ധീരനാണ് രാജു എബ്രഹാം, എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കണം. പാർട്ടിക്ക് ഇതിലൊന്നും ഒരു ഭയവുമില്ല. ആലോചിച്ച് നോക്കണം. പാർട്ടി സംസ്ഥാന നേതൃത്വം കൊടുത്ത നിർദ്ദേശം പത്മകുമാറിനെ പുറത്താക്കുക എന്ന ആവശ്യം, അത് നടപ്പാക്കാൻ കഴിയാതെ സെക്രട്ടേറിയറ്റിലേക്ക് തീരുമാനം കൊണ്ടുവന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം തീരുമാനിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തലുകളിൽ യാതൊരു ഭയവുമില്ല എന്ന്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായ ഒരു കേസിലെ പ്രതിയായ പത്മകുമാറിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കീഴടക്കിയതിന് ശേഷമാണ് ഈ പൊങ്ങച്ചം പറിച്ചത്. എന്തൊരു ധൈര്യമായി പാർട്ടിക്ക്! വെളിപ്പെടുത്തലുകളിൽ ഭയമില്ലാത്ത ഒരു പാർട്ടി. എത്ര ധീരരാണ് ഈ നേതാക്കൾ! എത്ര ധൈര്യമുള്ളതാണ് ഈ പാർട്ടി! ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഭക്തജനങ്ങളൊരു കാര്യം ഓർത്തോണം. അല്ലെങ്കിൽ ഈ പാർട്ടിയെ അടിമുടി വിശ്വസിച്ച പാർട്ടി പ്രവർത്തകർ, സഖാക്കൾ ഒന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാർ അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കെതിരെ ഒരു നടപടി എടുക്കാതിരുന്നത്? അത് തെരഞ്ഞെടുപ്പിൽ ദോഷകരമായി മാറുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് ഈ 2-3 നേതാക്കളിൽ അന്വേഷണം ഒതുക്കി? അന്വേഷണം മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ അനുവദിച്ചില്ല? എന്തുകൊണ്ട് പത്മകുമാറിനും മറ്റുമെതിരെ നടപടിയെടുത്തില്ല? ഏതു കാരണം കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടും നേരത്തെ നടപടിയെടുക്കേണ്ടതായിരുന്നു പത്മകുമാറിനെതിരെ എന്ന് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ടും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് നടപടി സസ്പെൻഷനിൽ ഒതുങ്ങുന്നു? സഖാക്കൾ ആലോചിക്ക്. അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാര്, വിശ്വാസികളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനായിരുന്നു ഇതൊക്കെ? എന്തിനാണ് ഇതൊക്കെ രഹസ്യമാക്കി വച്ചത്? ഇപ്പോൾ ഒരു ആത്മകഥാ ഭീഷണി ഉയർന്നു വന്നപ്പോൾ പത്മകുമാർ ഒരു ആത്മകഥ എഴുതുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൽ 2-3 പോയിന്റുകൾ അങ്ങോട്ട് പുറത്തേക്ക് വിടുകയും ചെയ്തു. അതോടെ പാർട്ടി എല്ലാം അടച്ചുപൂട്ടി, എല്ലാ നടപടികളും വേണ്ടെന്ന് വെച്ചു. ഒരു സസ്പെൻഷൻ. പറഞ്ഞല്ലോ, ഈ രഹസ്യങ്ങളുടെ ബലത്തിൽ പത്മകുമാറിന് തിരിച്ചു വന്ന ഈ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ നേടാൻ സാധിക്കും. പക്ഷേ ഇതുകൊണ്ട് ഈ രഹസ്യങ്ങൾ എക്കാലത്തേക്കും മൂടി വെക്കാമെന്നാരും വിചാരിക്കരുത്. സത്യം അങ്ങനെയാണ്. അതെങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും പുറത്തു വരും. കാർമേഘ പഠനങ്ങൾ എത്ര കാലം ആ സത്യത്തെ മൂടി വെച്ചാലും ഒരിക്കൽ സൂര്യൻ ഉദിക്കുമ്പോൾ മേഘപാളികൾ മാറി സത്യം പുറത്തു വന്ന് ജ്വലിച്ചു നിൽക്കും. അതാണ് ചരിത്രം. അതാണ് അയ്യപ്പൻ്റെ ശക്തി. സ്വാമിയേ ശരണമയ്യപ്പ.